കേരളത്തിലെ പല ചാനലുകളെ ഇന്ന് ഭരിക്കുന്നത് മുതലാളിമാരാണ്. അവർ അവരുടെ ആവശ്യത്തിന് വേണ്ടി പലരെയും ഭീഷണിപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ചാനലുകൾ ഉപയോഗിക്കുന്നത്. ഇതിനെതിരെ ഇപ്പോൾ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ടല്ലോ. മുതലാളിമാർ ഭരിക്കുന്നു, അക്കൂട്ടത്തിൽ തന്നെ ചില രാഷ്ട്രീയക്കാരും കൂടി ചേർന്ന് ഭരിക്കുന്നുണ്ട്. രണ്ടുമുണ്ട്. തങ്ങളെ വിമർശിക്കുന്ന ആൾക്കാരെ ചുൽപ്പടിയിലാക്കുക എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തെ ബ്ലാക്ക് മെയിൽ ചെയ്യുക എന്നുള്ളതാണ്. ഈ മുതലാളിമാർ ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ, കുറെ കാലങ്ങളായിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന പരിപാടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്കിഷ്ടമില്ലാത്ത അല്ലെങ്കിൽ ആരെ ബ്ലാക്ക് മെയിൽ ചെയ്താൽ ഞങ്ങൾക്ക് ചില നേട്ടങ്ങൾ ഉണ്ടാകും എന്ന് ചിന്തിക്കുന്നുണ്ടാകാം. ഇതിൽ വ്യക്തിയെ ഞാൻ പരാമർശിക്കുന്നില്ല, കാരണം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാൽ നമ്മൾ പരാമർശിച്ച കാര്യമല്ല. ഇതേപോലത്തെ 2-3 ചാനലുകൾ പ്രധാനമായിട്ട് ചില മുതലാളിമാർ കൈകാര്യം ചെയ്യുകയാണ്. ഉദ്ദേശങ്ങൾ പലതുണ്ടാകാം. ചില മതസംഘടനകൾ ചിലതിനെ കൈകാര്യം ചെയ്യുന്നുണ്ട്, രാഷ്ട്രീയക്കാർ കൈകാര്യം ചെയ്യുന്നുണ്ട്. ചിലതിലെല്ലാം ഇവർ ഉപയോഗിക്കുന്നത് കൃത്യമായുള്ള ചിന്തയോട് കൂടിയിട്ടാണ്, കൃത്യമായുള്ള കണക്കൂട്ടലോട് കൂടിയിട്ടാണ്. ചില ആൾക്കാരെ മുന്നിൽ കണ്ടുവെച്ചുകൊണ്ട് അവരെങ്ങനെ കൈകാര്യം ചെയ്യണം, ഇല്ലാതെയാക്കണം എന്നുള്ളത് ചിന്തിച്ചുകൊണ്ടാണ്. അടുത്ത ദിവസം, ഞാൻ ആ രാഷ്ട്രീയക്കാരനായതുകൊണ്ട് പറയല്ല, രാജീവ് ചന്ദ്രശേഖർ എന്നുള്ള BJPയുടെ സംസ്ഥാന അധ്യക്ഷനെതിരായിട്ടൊരു പരാമർശം വന്നു. വർഷങ്ങൾ മുമ്പ് സുപ്രീം കോടതി തള്ളിക്കളഞ്ഞ ഒരു കേസിനെ വീണ്ടും കൊണ്ടുവന്ന് ഒരു റിപ്പോർട്ടർ ചാനലിൻ്റെ മുതലാളി എന്നുള്ള വാക്ക് തന്നെയാണ് ഉപയോഗിച്ച് ഈ ചാനലിൻ്റെ മുതലാളി അതെടുത്തിട്ട് അലക്കാൻ തുടങ്ങി. അത് ഏറ്റെടുത്തതായിരുന്നു ആരായിരുന്നു? ഇവിടുത്തെ ചില രാഷ്ട്രീയക്കാരാണ്. ഇത് മുഴുവൻ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ പ്രത്യേക വിദ്യാർത്ഥി യൂണിയനിൽ കൂടിയിട്ട് വളർന്നു വന്ന ആൾക്കാരെയാണ് ഇതിന് മുഴുവൻ ഉപയോഗിക്കുന്നത്. അവരെ മനഃപൂർവ്വം തന്നെ തിരഞ്ഞെടുത്ത് അവർ ജേർണലിസത്തിനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പഠിക്കാനോ അയച്ച് അവരെ ഇതിലെല്ലാം തള്ളിക്കയറ്റി ആ അറിവ് വെച്ചുകൊണ്ട് അവരെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ മുതലാളിമാർ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ വകവരുത്താൻ കൊല്ലാന്നുള്ള അർത്ഥത്തിലല്ല, ഇല്ലാതെയാക്കാൻ, അവരുടെ ഇമേജ് ഇല്ലാതെയാക്കാൻ, അവരെ കുടുംബത്തിലേക്ക് പോലും കടന്നു ചെന്ന് ആ കുടുംബ പശ്ചാത്തലങ്ങൾ ശേഖരിച്ചുകൊണ്ട് ആ കുടുംബത്തിന് ഇല്ലാതെയാക്കാൻ, അവരെ രാഷ്ട്രീയക്കാരാണെങ്കിൽ രാഷ്ട്രീയ ജീവിതം ഇല്ലാതെയാക്കാൻ ഇത്തരം പ്രവർത്തനങ്ങൾ ചാനലുകാർ മനഃപൂർവ്വം നടത്തുന്നുണ്ട്. എല്ലാ ചാനലുകാരല്ല, ധാർമ്മികതയ്ക്ക് നിരക്കുന്നതൊക്കെ വിധത്തിൽ കാര്യങ്ങൾ ചെയ്യുന്ന ചാനലുണ്ടല്ലോ, അവരെ കുറിച്ചല്ല ഞാൻ ചെയ്യുന്നത്. പണമുണ്ടാക്കണം ഏത് വഴിയിൽ കൂടി ആഗ്രഹിക്കുന്ന ചാനലുകാർ അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യും. തെറ്റായ സന്ദേശമല്ല. ഒരു കാലത്ത് നമുക്കറിയാം, ഈ സ്വാതന്ത്ര്യ സമര കാലത്ത് പോലും മാധ്യമങ്ങളായിരുന്നു ജനങ്ങളെ ബോധവൽക്കരിക്കുന്നത്. അത് പിന്നീടുള്ള കാലത്തും സ്വാതന്ത്ര്യത്തിന് ശേഷവും അങ്ങനെ ഒരു മികച്ച രീതിയിലുള്ള മാധ്യമ പ്രവർത്തനം കണ്ടെങ്കിൽ ഈ മുതലാളിമാർ ഒന്ന് ഏറ്റെടുത്തതിന് ശേഷമാണല്ലേ ഈ മാറ്റങ്ങൾ. അങ്ങനെ പറയാൻ പറ്റുമോ? കാരണം എന്താ പറഞ്ഞാൽ, സ്വാതന്ത്ര്യ സമര കാലത്ത് സ്വാതന്ത്ര്യ സമരത്തിന് ഊർജം കൊടുക്കാൻ വേണ്ടി തുടങ്ങിയ പത്രം ഉണ്ടായിരുന്നു കേരളത്തിൽ. അതേ സമയത്ത് തന്നെ സ്വാതന്ത്ര്യ സമര കാലത്ത് തന്നെ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായി തുടങ്ങിയ പത്രം ഉണ്ടായിരുന്നു. അന്ന് പത്രമാണ്, ചാനലല്ല. ആ പത്രമാധ്യമങ്ങൾ മുഴുവൻ സ്വാതന്ത്ര്യത്തിന് ശേഷം ചില മുതലാളിമാരുടെ കയ്യിൽ അകപ്പെട്ടില്ലേ. ആദ്യം ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായിട്ട് തുടങ്ങിയ പത്രം അന്നും മുതലാളിമാരുടെ കയ്യിലായിരുന്നു. പക്ഷേ ദേശപ്രേമികളുടെ, തികച്ചും ദേശപ്രേമികളുടെ ആൾക്കാരുടെ കയ്യിൽ ധാർമ്മികമായി മാത്രം പ്രവർത്തിക്കുന്ന രീതിയിൽ തുടങ്ങിയ മാധ്യമം സ്വാതന്ത്ര്യത്തിന് ശേഷം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അത് ചില രാഷ്ട്രീയം കൈകാര്യം ചെയ്ത മുതലാളിമാരുടെ കയ്യിലെത്തി. ഇപ്പോഴും ഓഹരിയിൽ നല്ലൊരു ഭാഗം കൈവശം വെച്ചുകൊണ്ട് ചില മുതലാളിമാർ കൈവയ്ക്ക് ശ്രമിക്കുന്നില്ലേ. അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റേത് ദേശസ്നേഹം തുളുമ്പുന്ന ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികളോ സംഘടനകളോ ഉണ്ടെങ്കിൽ അവർക്കെതിരായി പ്രവർത്തിക്കാനുള്ള ഒരു ഇതായി മാറിയില്ലേ. ആര് ഭരിക്കുന്നോ ആ ഭരിക്കുന്ന ആൾക്കാർക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് അവരെ സുഖിപ്പിച്ചുകൊണ്ട്
പുറത്തിറക്കുന്ന പത്രങ്ങളുമുണ്ട്, മാധ്യമങ്ങളുണ്ട്. അങ്ങനത്തെ മാറി മാറി വന്നു കഴിഞ്ഞാൽ ആ മാറ്റം അനുസരിച്ച് അവർ മാധ്യമങ്ങളിലും മാറും. കാരണം അവർ നിലനിൽപ്പാണ് അവർക്ക് ആവശ്യം. നേരത്തെ പറഞ്ഞ സമുദായ സംഘടന പോലെ തന്നെ ഇവർക്കും ആവശ്യം അതാണ്. അപ്പം ഈ മുതലാളിമാർ അന്നത്തെ കാര്യം ശരിയാണ്, അന്നൊരു ധർമ്മമുണ്ടായിരുന്നു, സ്വാതന്ത്ര്യം എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അല്ല, അതോടൊപ്പം തന്നെ ഈ ജനങ്ങളെ മറവി രോഗം ബാധിക്കുന്നുണ്ടോ? കാരണം ഈ മുതലാളിക്ക് എതിരെ തന്നെ വലിയ ആരോപണങ്ങൾ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇദ്ദേഹം ഈ ചർച്ചകളിൽ ഇരുന്ന് അങ്ങ് വീമ്പ് പറയുമ്പോൾ ജനങ്ങൾ വിശ്വസിക്കുകയാണല്ലോ. അതാണ് പറഞ്ഞത്. കാരണം അദ്ദേഹം ഇതിനേക്കാൾ വലിയ തട്ടിപ്പ് നടത്തി. ഇപ്പോൾ ഏറ്റവും അവസാനം മെസ്സിയുടെ തട്ടിപ്പ് വന്നപ്പോഴും ജനങ്ങളെ പറ്റിക്കുകയാണ്. ഇത്തരം കാര്യം മെസ്സിയുടെ കാര്യമാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളാണെങ്കിലും ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് മുതലെടുക്കുന്ന ആളല്ല. അതാണ് ഒരു പറ്റിപ്പുകാരനാണ്. മുൻപ് അദ്ദേഹത്തിന്റെ ചരിത്രമുണ്ടല്ലോ. ഇപ്പോൾ മാംഗോ ഫോൺ ആയാലും മുട്ടിൽ മരമുറി ആയാലും അങ്ങനെ പല പറ്റിപ്പുകൾ നടന്നു. അപ്പോൾ മെസ്സിയിലേക്ക് വരുമ്പോഴും ഈ പറ്റിപ്പ് ഉണ്ടാകുമെന്ന് സ്വാഭാവികമായി സംഭവിക്കുമെന്ന് ജനങ്ങൾക്ക് എന്തുകൊണ്ട് ചിന്തിക്കാൻ കഴിയുന്നില്ല? അദ്ദേഹം ഇന്നും അറിയപ്പെടുന്ന മലബാർ ഭാഗത്ത് മരമുറി മുതലാളി എന്നാണല്ലോ അറിയപ്പെടുന്നത്. അപ്പം ജനങ്ങൾക്ക് അറിയാത്തത് കൊണ്ടല്ല, നേരത്തെ നിങ്ങൾ പറഞ്ഞാണ് ജനങ്ങൾക്ക് മറവിയാണ്. ഇല്ലെങ്കിൽ പുറത്ത് കൊണ്ടുവരേണ്ട ഇതൊക്കെ എപ്പോഴും ജനങ്ങൾക്കൊരു നേതൃത്വം വേണം. ആ നേതൃത്വത്തിലേക്ക് ചില ആൾക്കാർ പെട്ടെന്ന് കയറി വരും, അനാവശ്യമായിട്ട് കയറി വരും. ഈ അനാവശ്യമായിട്ട് കയറി വരുന്നവനെ ഇത്തരം ആൾക്കാർ കയ്യിലെടുക്കും. നേതൃത്വം കൊടുക്കാൻ കയറി വരുന്നവന് ചില ദുരുദ്ദേശങ്ങളുണ്ട്. ആ ദുരുദ്ദേശം അവനെന്തെങ്കിലും കിട്ടണം എന്നുള്ളത് മാത്രമാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ അവൻ ഇത്തരം ആൾക്കാർക്ക് പിന്തുണ കൊടുക്കും പിന്നീട്. അപ്പോൾ അതിനു വേണ്ടി ആദ്യമേ തന്നെ എടുത്തിട്ട് ഈ മാധ്യമപ്രവർത്തക മുതലാളിമാരുടെ ആവശ്യം അത് തന്നെയാണ്. കാരണം അവരിത്തരം ആൾക്കാരെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ എടുത്തു വെച്ചുകൊണ്ട് മുന്നോട്ട് വരുമ്പം തൽക്കാലത്തേക്ക് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും ശരി, ആ ബ്ലാക്ക് മെയിൽ ചെയ്യപ്പെടുന്ന ആൾക്കാർ ഇവരെ സഹായിക്കാനെത്തും, ഇവർക്ക് വേണ്ടത് കൊടുക്കാനെത്തും. അതൊരു കാരണമല്ലേ ഇത്തരം ആൾക്കാർ പൊങ്ങി വരാൻ? എന്തുകൊണ്ട് ജനങ്ങൾ ഇളകിയിട്ട് ഇത്തരം ആൾക്കാരെ നിലനിർത്തേണ്ട കാലം അതിക്രമിക്കുന്നില്ല? ഇതിന് എല്ലാ ഭാഗത്തു നിന്നുള്ളതുണ്ടാകണം. ആൾക്കാർ, ഭരിക്കുന്ന ആൾക്കാർ മാത്രമല്ല, ഈ ചാനൽ കാണുന്ന ആൾക്കാർ ചിന്തിക്കണ്ടേ? അപ്പം എന്ത് തന്നെ നമ്മുടെ നാട്ടിൽ നടന്നാലും വേണ്ടിയില്ല എന്നുള്ള ചിന്ത പലരുടെയും മനസ്സിലുണ്ട്. ഏതായാലും ഇത്തരം മുതലാളിമാരെ, ഞാൻ മുതലാളി എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കാം, നിലയ്ക്ക് നിർത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ആരെയും ഏത് വിധത്തിലും, ആ സംഘടനയായാലും ശരി വ്യക്തിയാണെങ്കിലും ശരി, നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം, അവരെ വളർച്ചയെ നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം, അവർ കൈകാര്യം ചെയ്യുന്ന പ്രസ്ഥാനങ്ങളെ നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം, ആ ഉദ്ദേശത്തോടു കൂടിയൊക്കെ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവരാണെങ്കിൽ ഏതെല്ലാം നിലയ്ക്കുള്ള, നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവിധ തട്ടിപ്പും നടത്തുന്ന ആൾക്കാരുമാണ്. എല്ലാവിധ തട്ടിപ്പും ഇത്തരം കാര്യങ്ങൾ. ഇതിപ്പം വെറും ഇലക്ട്രോണിക്സ് മാധ്യമങ്ങൾ മാത്രമല്ലല്ലോ, അല്ലാത്ത പണ്ട് കാലത്തെ ഉണ്ടായിരുന്ന നമ്മളെ മാധ്യമങ്ങളും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കള്ളത്തരങ്ങൾ അടിച്ചു വിട്ടുകൊണ്ട് ആൾക്കാരെ ബ്ലാക്ക് മെയിൽ ചെയ്തിരുന്ന ആൾക്കാരുണ്ടായിരുന്നില്ലേ? ഇതൊരു കാലത്ത് എനിക്ക് തോന്നുന്നു 50 വർഷം മുമ്പൊക്കെ ഇത്തരം കാര്യങ്ങൾ ചെയ്തിരുന്നത് ഇത്തരം മാധ്യമങ്ങളിൽ കൂടിയിട്ടായിരുന്നു. ആൾക്കാരെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് ഞാനിത് പുറത്തു വിടും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന യുവ മാധ്യമപ്രവർത്തകരുണ്ടായിരുന്നു ചില കാലങ്ങളിലെല്ലാം. ആ പേരുകളൊക്കെ പലർക്കും അറിയാം. അവരെ പിൽക്കാലത്ത് അറസ്റ്റ് ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് മുമ്പ് മുതലേ ഉണ്ട്, ഇപ്പം മാത്രമല്ല മുമ്പ് മുതലേ ഉണ്ട്. പക്ഷേ ഈ ശ്രവ്യ മാധ്യമങ്ങൾ വന്നതോട് കൂടിയിട്ട് അതിൽ കൂടി ആൾക്കാർ പെട്ടെന്ന് ഇത്തരം കാര്യങ്ങൾ കേൾക്കാനും വീക്ഷിക്കാനും സാധിക്കും എന്നുള്ളതൊരു വാസ്തവമാണ്. ഏതായാലും ഈ തരം ആൾക്കാരെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് പോലും എത്തിപ്പെടാൻ ചാൻസ് ഉണ്ട് പല ആൾക്കാരും. കാരണം അഭിമാനിയുള്ള ആൾക്കാർ, ആ അഭിമാനമുള്ള ആൾക്കാർ അഭിമാനം പണയം പെടും എന്നുള്ള കാണുന്ന സമയത്ത് അവർ ആത്മഹത്യയിലേക്ക് എത്തും. അത് സ്വാഭാവികമാണ്. അതിപ്പോഴേ അത്തരം കാര്യങ്ങൾ വീക്ഷിച്ചില്ലെങ്കിൽ. അല്ല, അതാണ് ഈ രാഷ്ട്രീയ നേതാവിനെ സാധാരണക്കാരൻ ലക്ഷ്യമിട്ട പിന്നെ പൂർണ്ണമായി തന്നെ അവനെ ഇല്ലാതാക്കുന്ന ഒരു പരിപാടിയാണ്. അതെ, അതാ പറഞ്ഞത്. അവർ പൂർണ്ണമായിട്ട് ഇല്ലാതാകാനുള്ള ചെയ്യുന്ന മറ്റുള്ളവരുടെ ഇടയിൽ അവരെ തകർക്കും എന്ന് കാണുന്ന സമയത്ത് അവർക്ക് പിന്നെ ആകെ ഒരു രക്ഷ മനുഷ്യൻ്റെ മുഖത്ത് നോക്കാൻ സാധിക്കാത്ത സമയത്ത് ആത്മഹത്യയെ പിന്നെ ചെയ്യാൻ പറ്റുള്ളൂ.
ഇവരുടെ ആവശ്യം ഇത് തന്നെയാണ്. അപ്പം ആളുകൾ ചിന്തിക്കേണ്ട ഇവിടെ ആത്മഹത്യ ചെയ്ത് അങ്ങനത്തെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കണോ അല്ലെങ്കിൽ ഇത്തരം ആൾക്കാരെ നിലയ്ക്ക് നിർത്തണോ എന്നുള്ളതാണ് ജനങ്ങൾ, അതായത് ഈ മാധ്യമങ്ങൾ കാണുന്ന ആൾക്കാർ, ശ്രവിക്കുന്ന ആൾക്കാർ, ഈ ആളുകൾ മുഴുവൻ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി. സത്യസന്ധമായ ഇതിൻ്റെ എന്താണെന്നുള്ളത് കണ്ടെത്താൻ ഓരോ വ്യക്തിയും ഒരാളല്ല, ഒരു പ്രസ്ഥാനമല്ല, ഓരോ വ്യക്തിയും തയ്യാറേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് അതിൽ രാഷ്ട്രീയം ഏതെങ്കിലും ആകട്ടെ, മതം ഏതെങ്കിലും ആകട്ടെ, ഏതെങ്കിലും ആകട്ടെ, സംഘടന ഏതെങ്കിലും ആകട്ടെ, പക്ഷേ ഇത്തരം ആൾക്കാരെ നിലയ്ക്ക് നിർത്തേണ്ടത് ഇവിടുത്തെ സമൂഹത്തിൻ്റെ ആവശ്യമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.